ഹലോ, അപ്പോൾ ഞാൻ തിരിച്ചെത്തുകയാണ്. ഫിജി തോമസ് ഈ മണിക്കൂറിൽ നിങ്ങളോടൊപ്പം ഉണ്ടാവും. നമുക്കിപ്പോൾ നമ്മുടെ ഒരു കൊച്ചു കൂട്ടുകാരിയുണ്ട്, കുഞ്ഞുമകൾ ലക്ഷ്മി എന്നാണ് പേര്. ലക്ഷ്മി മോണോ ആക്ട് ഒക്കെ ചെയ്യും. അപ്പോൾ മികച്ച വിജയം സമ്മാനവും ഒക്കെ നേടിയിട്ട് ലക്ഷ്മി നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുകയാണ്. അതിന്റെ സന്തോഷം പങ്കുവെക്കാൻ, ഒപ്പം ആ പെർഫോമൻസ് നമുക്ക് വേണ്ടി കാണിക്കാൻ. അവൾ എവിടുന്ന, ഏത് ജില്ലയിൽ നിന്ന്, ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? ഞാൻ വിദ്യാധരാജ വിദ്യാഭവനിൽ നിന്നാണ് വരുന്നത്. ആലുവ. എത്ര നാളെടുത്തു ഈ മിമിക്രി പഠിക്കാൻ? 3 മാസം. മോണോ ആക്ട് ആരാ പഠിപ്പിച്ചെന്നേ? ബിജു കറുകുറ്റി എന്ന് പറഞ്ഞൊരു സാറാണ് പഠിപ്പിച്ചത്. വേറെ എന്തെങ്കിലും മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടോ? നാടകത്തിന് ഗ്രേഡ് ഉണ്ട്. സ്റ്റേറ്റില് നാടകത്തിന് ഗ്രേഡ് ഉണ്ട്. അപ്പോ നാടകം, മോണാക്ട്, എല്ലാ കലകളും അറിയാം. നമുക്ക് പരീക്ഷിച്ചു നോക്കാം എങ്ങനെയെന്ന്. ലക്ഷ്മിയുടെ ഈ മോണാക്ട് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചെത്താം. അതിനുശേഷം നമുക്ക് നല്ല ബാൻഡു മേളം ഒരുങ്ങുന്നുണ്ട്, അതുപോലെ ഡ്രം സെറ്റ് ഒരുങ്ങുന്നുണ്ട്. ഡ്രം സെറ്റ് ചടുല താളങ്ങളുമായി. അപ്പോൾ അതിനുശേഷം കോൽക്കളി രംഗത്തേക്ക് വരുന്നു. ഇതൊക്കെ നമുക്ക് കാണാം. പെട്ടെന്ന് തന്നെ ലക്ഷ്മിയുടെ പെർഫോമൻസ് കാണാം. അടിച്ച് കൊല്ലടാ ഈ കാട്ടുപന്നിയെ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇത്തിരി വെള്ളം പാനി തുझे पानी मांगता है ഇങ്ങോട്ട് വാടാ കാദിവാസി. ഉമിനീര് വറ്റിയ നിന്റെ വായിലിതാ ഉന്നത കുലജാതന്റെ തീർത്ഥജൽ കൂടി. ഇത് 2023. ഇനി കാലം 1922. കഴിഞ്ഞോ? ഓക്കെ, അതായിരുന്നു മോണോ ആക്ട് പെർഫോമൻസ്. വളരെ നന്ദി കേട്ടോ, നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ കുറച്ച് വിശദമായിട്ട് അഭിനയിച്ചൊക്കെ കാണിക്കണം. ഇപ്പം 8-ലല്ലേ ആയുള്ളൂ. ഇനിയും മത്സരങ്ങളിൽ പങ്കെടുക്കാൻ, കലോത്സവത്തിൽ പങ്കെടുക്കാനൊക്കെ ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് കിടപ്പുണ്ട്. ഐശ്വര്യക്ക് എല്ലാ ആശംസകളും നേടുന്നു. ഐശ്വര്യമായിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ അജിംഷാദെ, ഇനി നമുക്ക് പെട്ടെന്ന് കാണാൻ പോകുന്നത് ഒരു ഡ്രം സെറ്റിലേക്കാണ്. ഒരു ചടുല താളം ഇവിടെ അരങ്ങേറും. ഞാൻ അതിന് കുറച്ച് സമയം ചോദിക്കുകയാണ്. അതിനുശേഷം ഞാൻ തിരിച്ചെത്താം.